സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. യഹോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും ചെയ്യും. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 14-24 വാക്യം. ദൈവം പ്രവാചകനായ എഹെസ്കേലിനോട് പ്രകാരം സംസാരിച്ചു. യഹോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും ചെയ്യും. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 14-24 വാക്യം. ഇസ്രായേലിനെ ആക്രമിക്കാൻ ബാബിലോന്യരെ അനുവദിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ പഠിച്ചു കളയുന്ന ഭാവി സംഭവങ്ങളെ മുൻകൂട്ടി കാണിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഭാവിയിൽ ദൈവം ഇസ്രായേലിന് ഫലം കായ്ക്കുന്ന ഒരു പുതിയ വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും അതിൻ്റെ ശാഖകളുടെ തണലിൽ അഭയം കണ്ടെത്തും. വരാനിരിക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം നിയന്ത്രിതമാണെന്നും തോന്നിയാലും താനിപ്പോഴും ചുമതലക്കാരനായിരിക്കുമെന്ന് ദൈവം പറയുന്നു. നമ്മുടെ സാഹചര്യങ്ങളെ കൃത്രിമത്വത്തോടെയും കഠിനാത്വത്തിലൂടെയും നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്നും ലോകം നമ്മോട് പറയുന്നു. എന്നാൽ മരങ്ങളെ വളരുവാൻ സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തിക്കും നിയന്ത്രണം വിട്ടുകൊടുക്കുന്നതിലൂടെ ഇതര സമാധാനവും അഭിവൃദ്ധിയും കണ്ടെത്താനാകും. നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതിനും ശ്രമിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രലോഭിക്കുന്നത്? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെ സമാധാനം കൈവരുത്തും? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സർവശക്തനായ രാജാവെന്ന നിലയിൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ കർത്തൃത്വത്തെ അംഗീകരിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.